ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്നൈപ്പറിന്റെ ഗെയിമാണ്. സ്നൈപ്പർ വെച്ചിട്ട് ആൾക്കാരെ ഷൂട്ട് ചെയ്യുന്ന ഗെയിമാണ്. ഇത് ഓഫ്ലൈൻ ആയിട്ടുള്ള ഗെയിമാണ്. ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് എല്ലാ ലെവലും കളിക്കാം. പിന്നെ ഇതിൽ പ്രത്യേക മാപ്പെല്ലാം ഉണ്ട്. ഇത് ഡൗൺലോഡ് ആക്കാൻ വേണ്ടിയിട്ട് പരസ്യം ചിലപ്പം കാണേണ്ടി വരും. ഒരു കാരണവശാലും നെറ്റ് ഓൺ ആക്കിയിട്ട് ഈ ഗെയിം കളിക്കാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് ഗെയിം, അതായത് കളിക്കാൻ കയറുമ്പോൾ പരസ്യം, കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരസ്യം, ആദ്യം അടുത്ത ലെവലിലേക്ക് കയറുമ്പോൾ പരസ്യം ഇങ്ങനെ ഓടും. അപ്പോൾ നെറ്റ് ഓഫ് ആക്കിയിട്ട് കയറാം. ആദ്യം നെറ്റ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം ഗെയിമെല്ലാം ഫുള്ള് സ്വൈപ്പ് ചെയ്തെല്ലാം കളഞ്ഞിട്ട് ആദ്യം കയറാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗെയിമേഴ്സ് ആയവരുടെ കയ്യിൽ എന്തായാലും ഇങ്ങനത്തെ ഒരു ഓഫ്ലൈൻ ഗെയിം എന്തായാലും ഒന്ന് വേണ്ടതാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ ഫുള്ള് ബോറടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് കളിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. അതാകുമ്പോൾ നെറ്റില്ല എന്ന് വിചാരിക്കുക. നെറ്റില്ലാത്ത സമയത്ത് ചിലപ്പോൾ റേഞ്ച് കിട്ടുന്നുണ്ടാവില്ല. അങ്ങനത്തെ സ്ഥലത്തെല്ലാം എത്തുന്ന സമയത്ത് ചിലപ്പം ഇടയ്ക്ക് പെടും. ഞാനും കുറേ പെട്ടിട്ടുണ്ട്. അന്നേരം ഇങ്ങനത്തെ ഗെയിം ഉണ്ടോ എന്ന് ഞാൻ നോക്കും. അന്നേരം ഫോണിലുണ്ടാവില്ല. അപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന സമയത്തോ എവിടെയെങ്കിലും ഇങ്ങനെ ആവുന്ന സമയത്തെല്ലാം നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഇത് എന്ന് പറയുമ്പം. ഗണ്ണും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇപ്പം നോർമലി ഒരു സ്നൈപ്പർ തരും, അതിന് തന്നെ ഓൾറെഡി പവർ ഉണ്ട്. ഇപ്പം വെപ്പൺ മാറ്റിയെടുക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കുറേ കോയിൻ വേണ്ടി വരും. അപ്പം നമ്മൾ ഒരുപാട് കളിക്കണം. പിന്നെ ഇപ്പം ഞാനിപ്പോൾ ഇത് വാങ്ങിക്കുന്ന എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു, അത് കൊടുത്ത് ഞാൻ വാങ്ങിച്ചു വെപ്പൺ. അപ്പം അങ്ങനെ പൈസ തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആദ്യം കളിച്ചിട്ടാക്കേണ്ടി വരും. അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു ഫ്രീ ഗൺ എന്ന് പറഞ്ഞിട്ടുണ്ടോ, ആഡിൻ്റെ ചിത്രം, അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. അന്നേരം മാത്രം നെറ്റ് ഓൺ ആക്കിയിട്ട് വാങ്ങിച്ചതിന് ശേഷം ഗെയിം ക്ലോസ് ആക്കിയിട്ട് നെറ്റ് ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കിയിട്ട് അങ്ങനെ കളിച്ചോ. അല്ലെങ്കിൽ നെറ്റ് ഓൺ ആക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ആഡ് കുടുങ്ങും. അത് പിന്നെ ഗെയിമിൻ്റെ ഇടക്കിടക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം വരും. ഇങ്ങനെ ലെവൽ അപ്പാവുന്ന സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം വരും. ഇപ്പോൾ കണ്ട ഇതിൽ 4 കൊല്ലേണ്ടത് വന്നു. വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള ഇത് ആന മറ്റേ തലകുത്തി മറിക്കേണ്ടതോ അങ്ങനത്തെ വലിയ സംഭവങ്ങളൊന്നും വരുന്നില്ല. നോർമൽ ഗെയിമാണ്. പിള്ളേർക്ക് വരെ കളിക്കാൻ പറ്റും. പിന്നെ ചോരേൻ്റെ കളറെല്ലാം ചോപ്പായതുകൊണ്ട് പിന്നെ പിള്ളേർക്ക് കളിച്ചുകൂടാന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെയാണല്ലോ കുറേ ഗെയിമെല്ലാം മറ്റേ ഇന്ത്യയിൽ നമുക്ക് ബാനാക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ലൈക്ക് കാർട്ടൂൺ. പിന്നെ ഇങ്ങനത്തെ ഓരോരോ മാപ്പ്, ഈ മാപ്പ് ഓണാക്കുന്ന സമയത്ത് ഇപ്പം മാപ്പ് ഓണാക്കണമെങ്കിലും കോയിൻ കൊടുക്കണം. നമുക്കിതിപ്പോൾ ഫ്രീ ആയിട്ട് ഓണാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് കണ്ടിട്ട് കഴിയുമ്പോൾ നമുക്ക് ഓരോരോ മാപ്പ് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. അല്ലാത്ത സമയത്ത് പൈസ കൊടുക്കണമെങ്കിൽ ഒരുപാട് പണിയാണ്. ആഡെല്ലാം കണ്ടു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ കണ്ടിട്ട് നമുക്ക് ഒന്ന് ഓപ്പൺ ആക്കാം. പരസ്യം ആയതുകൊണ്ട് ഞാനത് സ്കിപ്പാക്കുന്നുണ്ട്, അത് നിങ്ങളെ കാണിക്കുന്നില്ല. ലോഡിങ് മാത്രം കാണിച്ചു. അത് കളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെത്തുന്ന സമയത്തുള്ള മാപ്പ് എന്ന് പറയുമ്പം ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ കളിച്ച പോലെ ആയിരിക്കില്ല, കുറച്ചും കൂടി മാറ്റം ഉണ്ടാവും. നേരത്തെ നമ്മൾ നിന്നിട്ട് ഓരോരോ എടുക്കുന്ന സ്നൈപ്പ് ചെയ്യുന്നതാണ്. ഇതിലെന്ന് പറയുമ്പോൾ കണ്ട അവർ പാരഷൂട്ടിൽ വന്ന് കഴിഞ്ഞു. നമ്മളിപ്പോൾ വെടിവെക്കുന്നത് ഹെലികോപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങോട്ട് വെടി കിട്ടാൻ തുടങ്ങി. കണ്ട അവരിങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട. നേരത്തെ എന്ന് പറയുമ്പം ഒരു ബുള്ളറ്റ് പോയാലും മാത്രമേ അവരിങ്ങോട്ട് വെടിവെക്കുന്നുള്ളൂ. അത്ര വരെ അവർ കാണുന്നുമില്ല, ഒന്നും ചെയ്യുന്നുമില്ല. ഇത് ഹെലികോപ്റ്റർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവർ നേരത്തെ കണ്ടു, ഇവിടെ എത്തുന്നതിന് മുമ്പേ അടികൊള്ളാൻ തുടങ്ങി. പിന്നെ ഇവൻ ചാവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ കുറച്ചും കൂടി വെച്ച് നോക്കേണ്ടി വരും. ഞാൻ ഇതുവരെ ഇവൻ ചാവുന്നതായിട്ടില്ല നോക്കിയിട്ടില്ല. ഇതിലിപ്പോൾ 2ാമത്തെ ലെവലായിട്ടു, പുതിയ മാപ്പായതുകൊണ്ട്. പഴയ മാപ്പിൽ ഞാൻ 22 അതിൻ്റെ അടുക്ക് എത്തി. അപ്പം നമ്മളിപ്പോൾ 2ാമത്തെ ഗണ്ണും കൂടി എടുത്തിട്ടില്ലൂ. നമുക്ക് ലാസ്റ്റത്തെ ഒന്നും കൂടി അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് എടുത്ത് നോക്കാം. ഇത് കാണാൻ കുറച്ച് ലെജൻഡറി ലുക്കെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ഫ്രീ ഗണ്ണ് കൊടുത്തിട്ട് ഒരു പരസ്യം കൂടി കണ്ടിട്ട് ഇതും കൂടി എടുക്കുക. ഇതും കൂടെ ഇല്ലൂ. അപ്പം ഇതും ലോഡിങ് ആഡ് എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ കട്ടാക്കും. അപ്പം ഈ ഗണ്ണും എൻ്റെ കയ്യിൽ കിട്ടി. കയ്യിൽ കാണുന്നുണ്ടോ? ഇതിൽ ഗണ്ണെല്ലാം എനിക്ക് വെറുതെ ആണെന്ന് തോന്നുന്നു. എല്ലാ ഗണ്ണിനും ഏകദേശം പവർ തോന്നുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ എടുത്ത പുതിയ ഗണ്ണെടുത്തിട്ടാണ് ഞാനിപ്പം ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഗണ്ണോണ്ട് കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗണ്ണോട് കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെയാണ്, ഒരേ ബുള്ളറ്റ് കാര്യങ്ങളെല്ലാം ആണ്. അപ്പം നിങ്ങൾ കളിച്ച് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.